Next, chapter 4, first section, exponential functions and continuous compounding. അതിലെ exponential functions ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So before going to the definition of an exponential function, we have this definition. Definition of b raised to n for rational values of n and b greater than 0. Integer powers, if n is positive integer, then b raised to n can be written as, or b raised to n is actually b into b into b etc. n factors. നമുക്ക് അറിയണ കാര്യം തന്നെയാണ് b raised to n എന്ന് പറയുന്നത് b നെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അതേപോലെ നമുക്ക് സമേഷന്റെ കേസ് അറിയാം. എൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബി പ്ലസ് എക്സെട്ര ബി അല്ലെ, n ടൈംസ് സമേഷനെ നമ്മൾ എൻ ബി എന്നാ വിളിക്കുക. അതേപോലെ ബി ഇൻറ്റു എക്സെട്ര ബി ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ദിസ് വി കോൾ ബി റേസ് ടു n. Now fractional power എന്ന് പറയുന്നത് if n and m are positive integers then b raised to n by m. ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഇന്റീജർ പവർ ആണ് അല്ലെ, n എന്ന് പറഞ്ഞ ഒരു ഇന്റീജർ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് b raised to n by m ആണ്. സോ n by m എന്ന് പറയുന്നത് p by q എന്ന് പോലുള്ള ഒരാളാണ്. അതായത് 2 by 3 അല്ലെങ്കിൽ 4 by 6 അല്ലെങ്കിൽ 1 by 7 ഈ ഫോമിലുള്ള ഒരാളാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? b raised to n by m എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എന്ത് തന്നെയാണ്? b raised to 1 by m all raised to n ആണ്. പക്ഷെ b raised to 1 by m എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് mth റൂട്ട് ഓഫ് b ആണ് ആൻഡ് all raised to n. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് b raised to n by m ഓൾസോ റിട്ടൺ ആസ് b raised to n the all raised to 1 by m. all raised to 1 by m എന്ന് പറഞ്ഞു വെച്ചാൽ mth റൂട്ട് ഓഫ് ബ്രാക്കറ്റിനകത്തോട്ട് ദാറ്റ് ഈസ് b raised to n. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ്, നെഗറ്റീവ് പവേഴ്സ് b raised to minus n. പവർ മൈനസ് n വരുമ്പോൾ നമ്മൾ എന്താ എഴുതാറ്? 1 by b raised to n. ആൻഡ് ഓൾസോ b raised to 0 is 1. ശരിയല്ലേ? ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് നമ്പർ b greater than 0 എടുത്തിട്ടുണ്ടെങ്കിൽ all raised to 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പവർ raised to 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. Now we are going to the definition of an exponential function. If b is a positive integer other than 1, ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. b പോസിറ്റീവ് ഇന്റീജർ ആണ്, other than 1 ആണ്. That means b is greater than 0 as well as b is not equal to 1. Then there is a unique function called exponential function with base b that is defined by f of x equal to b raised to x for every real number x. So f of x equal to b raised to x എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് വിത്ത് ബേസ് b provided b is a positive number which is not equal to 1. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണെങ്കിൽ കാണാം. f of 2 കൊടുത്താൽ എന്ത് കിട്ടും? This will be b square. f of 10 will give you b raised to 10. Similarly negative numbers also, f of minus 3 will give you b raised to minus 3, that is nothing but 1 by b raised to 3. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് b. അപ്പോൾ b can be any number അല്ലേ? സോ സപ്പോസ് b equal to 2, then what will be f of x? f of x will be 2 raised to x. So this is an exponential function with base 2. Okay, now if you take f of x equal to 5 raised to x, this is again another exponential function with base 5. അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചിരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to e raised to x ആയിരിക്കും. ഇയുടെ വാല്യൂ എന്താണ്? ഇയുടെ വാല്യൂ 2.7 സംതിങ് ആണ്. ഓക്കെ, സോ ഈ വാല്യൂ ഇവിടെ b എന്ന് പറയുന്നത് e ആണ്, which is not equal to 1 as well as that is greater than 0. ഈ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആവും നിങ്ങൾ ഇതിനു മുന്നേ +1 +2 പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. എക്കണോമിക്സുകാർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഗ്രാഫ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും പോപ്പുലേഷൻ ഒക്കെ ഉണ്ടായിരിക്കുക. Now we can see how the graph of an exponential function look like. For example, first we have y equal to 2 raised to x. 2 raised to x ന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. 2 raised to x ന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ രണ്ടാമത്തെ ആളെ നോക്കണ്ട, ആദ്യത്തെ ആളെ മാത്രം നോക്കുക. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കിട്ടും.
For example, if you put x equal to 0, x 0 കൊടുത്താൽ what will be y? Y is 2 raised to 0. 2 raised to 0 1 ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. So this one, x 0 കൊടുത്താൽ 1 കിട്ടും. Now if you put x equal to 1, you will get y as 2 raised to 1, that is 2. So when you give x equal to 1, y is 2. Now if you give x equal to 3, y will be 2 cube, that is nothing but 8. Okay. So as we are giving x larger and larger values, the y value is also getting bigger. Okay. So if you give x equal to 15, you can see that 2 raised to 15 is something like this. So what happens actually, limit x tending to infinity, അതായത് x ന് ഞാൻ വലിയ നമ്പേഴ്സ് കൊടുക്കണം, x ന് 1000, 1 lakh, 1 crore ഒക്കെ കൊടുക്കുന്ന സമയത്ത് y വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ, 1, 2, 8, 32, പിന്നെ അതിനേക്കാൾ എത്രയോ വലിയ നമ്പർ, അതിനേക്കാൾ വലിയ നമ്പർ. സോ ദിസ് ഫംഗ്ഷൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആസ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി ഇതേപോലെ x ന് നെഗറ്റീവ് പവേഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, x ന് -1 കൊടുത്തു നോക്കാം. If you put x equal to -1, y will be 2 raised to -1, that is 1/2, that is 0.5. അപ്പോൾ x ന് -1 കൊടുത്തപ്പോൾ 0.5 കിട്ടി. അതേപോലെ x ന് -10 കൊടുക്കണമെങ്കിൽ you will get something like 0.001. If you give x equal to -15, you are getting this as 0.0003. So what happens here, x ന് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത്, അതായത് ലാർജർ ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ലിമിറ്റ് x ടെൻഡിങ് ടു -ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അല്ലെ, -1, -10, -15, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ -25 കൊടുക്കും, അതേപോലെ -1000 ഒക്കെ കൊടുക്കാം. സോ ബൈ ദാറ്റ് ടൈം അവർ f of x is tending towards 0. ശരിയല്ലേ, ആദ്യം 0.5 ആയിരുന്നു, 0.001 ആയി, 0.0003 ആയി, എക്സെട്ര. ദിസ് ഈസ് ടെൻഡിങ് ടുവേർഡ്സ് 0. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് 0യിലേക്കാണ് പോകുന്നത്. ദിസ് യു ക്യാൻ സീ ഹിയർ. As x tending to -infinity, 2 raised to x equal to 0, and x tending to +infinity, 2 raised to x equal to +infinity. Also always increasing. This function is always increasing. ശരിയല്ലേ, x ന് വലിയ വാല്യൂസ് കൊടുക്കും തോറും, x ന് ബിഗർ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കും തോറും എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എന്ത് തന്നെയാണ്, ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ലിമിറ്റ് x tending to -infinity 0 ആണ്, ലിമിറ്റ് x tending to +infinity ഇൻഫിനിറ്റി ആണ്. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് y equal to 2 raised to x. ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ആള് നിങ്ങൾക്ക് അറിയാം ഗ്രാഫ് വരയ്ക്കാൻ. x ന് 0 കൊടുത്താൽ യു വിൽ ഗെറ്റ് y equal to 1. അതേപോലെ നിങ്ങൾ x ന് 1 കൊടുക്കുക, സോ ദിസ് വിൽ ബി 2. x ന് 3 കൊടുക്കുമ്പോൾ 8, എക്സെട്ര. കുറച്ച് വാല്യൂസ് ഇതിൽ പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. സോ ആസ് x tending to -ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും ഇവിടെ എന്താ സംഭവിക്കുന്നത്, എഫ് ഓഫ് എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്ത് വരികയാണ്. ഒരിക്കലും 0നെ ടച്ച് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ടെൻഡ്സ് ടുവേർഡ്സ് 0 അല്ലെ. അപ്പൊ ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് -ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴാണ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യണം. അതുവരെ ഇത് ക്ലോസർ ആൻഡ് ക്ലോസർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് വി കോൾ ദി ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് സെക്ഷൻ 3.3 പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ സിലബസ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനില്ലാത്തൊരു കാര്യമാണ്, എന്നാലും ആലോചിച്ച് വയ്ക്കുക. എക്സ് -ഇൻഫിനിറ്റിയിലേക്ക് പോണ സമയത്തോ അല്ലെങ്കിൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോണ സമയത്തോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ട് ചാൻസേ ഉള്ളൂ. എക്സ് -ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0യിലേക്ക് ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞ ഈ ഒരു ഫോമില് അല്ലെ. സോ ദിസ് ഈസ് ആൻ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. അതേപോലെ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിലും എഫ് ഓഫ് എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, 0യിലേക്ക് ടെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ലൈക്ക് ടാൻജന്റ് അറ്റ് ഇൻഫിനിറ്റി. അതായത് ഇയാള് ടച്ച് ചെയ്യും എവിടെ, ഇൻഫിനിറ്റിയിലാണ് ടച്ച് ചെയ്യുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ടാൻജന്റ്, ഒരു കർവിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിനെ ടച്ച് ചെയ്ത് പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഹിയർ വി ഹാവ് എൻ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്. അപ്പൊ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും y equal to 2 raised to x ന്റെ ഗ്രാഫ് ഈ ഒരു ഫോമിലാണ് കിടക്കുക. Now we will draw the graph of y equal to 1/2 raised to x.
അപ്പൊ ഇവിടെ നിങ്ങൾ വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സിന് 1 കൊടുത്തപ്പോൾ y വാല്യൂ 2 ആയിരുന്നു, എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂ 1/2 ആണ്. ഇവിടെ y equal to 1/2 raised to 1, that is 1/2, that is 0.5. ശരിയല്ലേ? അതായത് ഇവിടെ വന്ന വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ എക്സിന് നിങ്ങൾ -1 കൊടുക്കുകയാണെങ്കിൽ 1/2 raised to -1, 1/2 raised to -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ? സോ എക്സിന് -1 കൊടുത്തപ്പോൾ ഇവിടെ 2 ആണ്. അത് തന്നെയാണ് നിങ്ങൾക്ക് y equal to 2 raised to x എക്സിന് 1 കൊടുത്തപ്പോൾ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ റൈറ്റ് സൈഡിലേക്ക് വന്ന വാല്യൂസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്, ലെഫ്റ്റിൽ വന്ന വാല്യൂസ് റൈറ്റ് സൈഡിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് എക്സ് ഈക്വൽ ടു 10, 10ൽ എന്താ കിട്ടിയത്? 1024 ആ കിട്ടിയത്. അപ്പൊ ഇവിടെ നിങ്ങൾ എക്സ് ഈക്വൽ ടു -10 കൊടുത്താൽ നിങ്ങൾക്ക് 1024 കിട്ടും. അതേപോലെ എക്സ് ഈക്വൽ ടു 15ൽ നിങ്ങൾക്ക് 32768 ആ കിട്ടിയത്. എക്സ് ഈക്വൽ ടു -15ൽ 32768 കിട്ടും. കാരണം ഇത് ഇതിന്റെ റെസിപ്രോക്കൽ ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആസ് എക്സ്റ്റെൻഡിങ് ടു -infinity ദിസ് ഈസ് ഗെറ്റിംഗ് ടു ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -infinity 1/2 raised to x is infinity, and as extending to infinity this is getting towards 0 അല്ലെ? 0 ലേക്ക് ടെൻഡ് ചെയ്യാണ്. So this is 0. So again as extending to infinity f of x value 0, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. Again you are getting an horizontal asymptote. x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ f of x 0 ലേക്ക് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So again by plotting these values we can obtain the figure like this. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും when x equal to 0 y value is 1. സോ ഈ ഒരു പോയിന്റ് കൂടെ രണ്ട് ഗ്രാഫും പാസ് ചെയ്യുന്നുണ്ട്. 2 raised to x ഉം പാസ് ചെയ്യുന്നുണ്ട്, 1/2 raised to x ഉം പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1/2 raised to x ന്റെ ഗ്രാഫ് x ഇൻഫിനിറ്റിയിലേക്ക് പോണ സമയത്ത് 0 ലേക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലെ? ഇത് ഡിക്രീസ് ചെയ്ത് വരികയാണ്. whereas this blue one 2 raised to x is increasing. അപ്പോൾ ഗ്രാഫ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now you can look at this figure. ഇവിടെ നിങ്ങൾക്ക് b എന്ന് പറയുന്ന നമ്പറിന് പകരം കുറെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ b ഈക്വൽ ടു ഇത് നമ്മൾ വരച്ചതാണ് 2 raised to x and 1/2 raised to x. Similarly you can verify 3 raised to x, 1/3 raised to x and any number 1.3 raised to x, 0.7 raised to x etc. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. ദാറ്റ് ഈസ് ദി പോയിന്റ് 0, 1. എല്ലാ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് 0, 1ലാണ്. ഇനി b ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലുള്ള ആളാണിത് y ഈക്വൽ ടു 1 അല്ലെ? y ഈക്വൽ ടു b, വേർ b ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ദാറ്റ് ലൈൻ, ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദാറ്റ് ഇന്റർസെക്ഷൻ പോയിന്റ് പാരലൽ ടു x ആക്സിസ്. നമുക്കറിയാം y ഈക്വൽ ടു k എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് x ആക്സിസിനോട് പാരലൽ ആയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്. രണ്ട് കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വയ്ക്കുക. ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആയിരിക്കും. whereas 0 ലെസ് ദാൻ ബി ലെസ് ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ബി പിന്നെ നെഗറ്റീവ് ആവണ കേസ് വരുന്നില്ല, കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു ബി ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 1. സോ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. Now we have properties of exponential function. The exponential function f of x equal to b raised to x for b greater than 0 and b not equal to 1 has these properties. First one, it is defined, continuous and positive for all x. നമ്മൾ ഇവിടെ കണ്ടതാണ് ഗ്രാഫ്. നിങ്ങൾ ഏത് ഗ്രാഫ് ബിക്ക് ഏത് വാല്യൂ നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തു നോക്കൂ, എക്സിന് ഏത് വാല്യൂ കൊടുത്തു നോക്കൂ, ഇതൊരിക്കലും എക്സ് ആക്സിസിനെ താഴെ പോയിട്ടില്ല. എക്സ് ആക്സിസിന്റെ താഴെ പോയാലാണ് എന്ത് സംഭവിക്കുക? y വാല്യൂസ് നെഗറ്റീവ് ആവണത്. സോ ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് നെവർ നെഗറ്റീവ്. ഇയാൾ ഒരിക്കലും നെഗറ്റീവ് ആവണില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ. സീറോനെയും കൂടി എടുക്കണില്ല. സീറോ എടുക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി അല്ലെ? എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റിയിലും എക്സ്റ്റെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റിയിലൊക്കെയാണ് എഫ് ഓഫ് എക്സ് 0 ആവുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ദാറ്റ് മീൻസ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ. ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം ഇത് എല്ലാ എക്സിനും ഡിഫൈൻഡ് ആണ്. നിങ്ങൾ ഏത് എക്സ് കൊടുത്താലും നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടും. മാത്രമല്ല ഏത് ഗ്രാഫ് എടുത്താലും അതൊക്കെ കൈയെടുക്കാണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫുകളാണ്. സോ ദീസ് ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. ആൻഡ് സെക്കൻഡ് വൺ, ദ എക്സ് ആക്സിസ് ഈസ് എ ഹൊറിസോണ്ടൽ asymptote ഓഫ് ദി ഗ്രാഫ് that we have discussed. And third one, the y-intercept of the graph is 0, 1. There is no x-intercept. y-intercept എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് 0, 1. അത് തന്നെയാണ് നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിന്റെയും ഇന്റർസെക്റ്റിംഗ് പോയിന്റ്.
And if b greater than 1, limit extending to minus infinity b of x equal to 0 and limit extending to infinity b of x equal to plus infinity. ഇത് നമ്മൾ കണ്ടതാണ്. Similarly, if b is in between 0 and 1, extending to minus infinity b raised to x എന്ന് പറയുന്നത് infinity ആണ്. Limit extending to plus infinity b raised to x എന്ന് പറയുന്നത് 0 ആണ്. For all x, the function is increasing if b greater than 1 and it is decreasing if 0 less than b less than 1. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോയത്. Now we have these exponential rules. This is very important for doing problems based on exponential functions. For bases a, b, a യും b രണ്ട് ബേസുകളാണ്. നമുക്കറിയാം ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ. And any real numbers xy, we have first one, the equality rule, b raised to x equal to b raised to y if and only if x equal to y. അതായത് 2 raised to x equal to 2 raised to y എന്ന് പറയണമെങ്കിൽ this is if and only if x equal to y. ശരിയല്ലേ? 2 raised to 3 equal to 2 raised to 4 ആവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? 3 equal to 4 വേണം. ശരിയല്ലേ? So this is the first rule, the equality rule. Next one, the product rule, b raised to x into b raised to y is b raised to x plus y. Again, 2 raised to x into 2 raised to y can be written as what? 2 raised to x plus y. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് തന്നാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവില്ലേ? 2 raised to 3 into 2 raised to 4. 2 raised to 3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 8 ആണ്. 2 raised to 4 എന്ന് പറഞ്ഞാലോ? 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. So this is 8 into 16. Okay. Now what is 2 raised to 3 plus 4? അത് 2 raised to 7. 2 raised to 7 എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക and verify whether these two are equal. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. Now b raised to x by b raised to y, quotient rule, that is b raised to x minus 5. അപ്പോൾ 3 raised to 5 by 3 raised to 2 ആണെങ്കിൽ we can write this as 3 raised to 5 into 3 raised to minus 2. That is 3 raised to 5 minus 2. Okay, that is 3 raised to 3. And the power rule, b raised to x all raised to y is b raised to x into y. And the multiplication rule, ab raised to x is a raised to x into b raised to x. And the division rule, a by b raised to x is a raised to x by b raised to x. അപ്പോൾ ഇതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ്. Now we can do problems based on these rules. The first one is 3 raised to 2 into 3 raised to 3. 3 raised to 2 into 3 raised to 3 and by formula this is 3 raised to 2 plus 3, that is 3 raised to 5. Calculator il substitute ചെയ്തു കൊടുക്കുക. You will obtain this as 243. ഇതൊന്നും ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫൈ ആവുന്നേ ഉള്ളൂ. 4 by 7 all raised to 3 is 4 raised to 3 by 7 raised to 3. That is what? 4 raised to 3 is 64. By calculator you will get this 7 raised to 3 as 343. Okay, so you can verify all these problems. And this we can do. If f of x equal to 5 raised to x square plus 2x, find all values of x such that f of x equal to 125. അപ്പോൾ f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ f of x 125 കിട്ടണ എക്സ് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണോ എഫ് ഓഫ് എക്സ് 125 കിട്ടുക എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? വി ക്യാൻ ഡു ദിസ് ബൈ ഇക്വേറ്റിംഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 125. എഫ് ഓഫ് എക്സ് ആരാ? 5 raised to x square plus 2x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ആക്ച്വലി എന്താ? 5 ക്യൂബ് ആണ്. സോ 5 raised to x square plus 2x equal to 5 ക്യൂബ്. ഇത് നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം അല്ലെ? b raised to x equal to b raised to y if and only if x equal to y. So this is our b. Okay, x square plus 2x x എടുക്കാം, ഈ 3 നെ y എന്ന് കൊടുക്കാം. So by applying that property you will obtain this as x equal to y, that is x square plus 2x equal to 3. അതിന് എന്ത് എഴുതാം? x square plus 2x minus 3 equal to 0. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ പഠിച്ചതാണ് അതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്ന്. സോ ദിസ് ഈസ് x minus 3 into x plus 3 equal to 0. That is x equal to 1 and x equal to minus 3. So f of x equal to 125 if and only if x equal to 1 and x equal to minus 3. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ
എക്സിന് 1 കൊടുത്ത് നോക്കുക. 1 കൊടുത്താൽ നിങ്ങൾക്ക് ഇത് 5 raised to 1 square plus 2 into 1. That is 5 raised to 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് പ്ലസ് 2. That is 5 raised to 3. അത് 125 ആണ്. Similarly 5 raised to minus 3 നിങ്ങൾ വെരിഫൈ നോക്കുക. That will also be 125.